ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ നമ്മളിന്ന് ബോട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു കോട്ട് ജെസ്സോ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉണക്കി വെച്ചിരിക്കുന്നത്. ജെസ്സോനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, കുപ്പികളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതും ഉണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ കാണാത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനി നമ്മൾ പോളോ എന്ന് പറയുന്ന അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യാൻ പോവാണ്. ഇതിന് എനിക്കൊന്ന് നമ്മൾ ഒരു മാസമായിട്ടുണ്ടാവും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ലോക്ക്ഡൗണിന് ശേഷം ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ അന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു പോളോ അക്രിലിക് പെയിൻറ്റ്. ഇപ്പം ഇറങ്ങുന്നുണ്ട് കടയിലൊക്കെ. അക്രിലിക് പെയിൻറ്റ് നമ്മൾ ഫെവിഗ്രില്ല് അതുപോലെ തന്നെ ക്യാമലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ പോളോ അക്രിലിക് പെയിൻറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 50 രൂപയാണ് കേട്ടോ, 50 ml. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോവാണ്. ഇത് എടുത്തപ്പോൾ തന്നെ നമ്മൾ സാധാ അക്രിലിക് പെയിൻറ്റ് കൂട്ട് തന്നെയാണ്, കുറച്ച് കുറുകിയിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാനൊന്ന് വൈറ്റ് അക്രിലിക് പെയിൻറ്റുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേറെ ഒന്നുമില്ല, അത് തന്നെ ചെയ്യാം, ഒന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടിയാണ് ആ കളർ കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ കുപ്പിയിൽ മൊത്തത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആയതുകൊണ്ട് ഈ ഒരു ഫ്രണ്ട് പോർഷനും ഇതിൻ്റെ നേരെ ബാക്ക് പോർഷനും മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് സ്പോഞ്ച് കൊണ്ടോ ബ്രഷ് കൊണ്ടോ എന്താ നിങ്ങളുടെ ഇഷ്ടം അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം മാത്രം ഒന്ന് പെയിൻറ്റ് ചെയ്യാൻ പോവാണേ. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഭാഗം മാത്രം. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ബോട്ടിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏതായാലും ഒന്ന് ഓവൽ ഷേപ്പ് ആക്കിയിട്ട് വരച്ചതിന് ശേഷം ആ ഒരു ഭാഗം മാത്രമായിട്ട് നമുക്ക് ഉരുണ്ട ബോട്ടിലാണെങ്കിൽ ഒരു ഓവൽ ഷേപ്പ് വരച്ചു കൊടുക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ സൈഡിൽ നമ്മൾ ഇവിടെ പിങ്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. അതായത് ആ ഒരു ഗ്രീൻ കൊടുക്കാത്ത ഭാഗങ്ങളെല്ലാം പിങ്ക് കളർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു പിങ്ക് അക്രിലിക് പെയിൻറ്റ് അത് നമ്മൾ ഫെവിഗ്രിലിൻ്റെ പിങ്ക് കളറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രീൻ കൊടുക്കാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ പിങ്ക് കൊടുത്ത് ഇതുപോലെ ആക്കുക. അപ്പോൾ ഇത് ഞാനിവിടെ ഉണക്കി വെച്ചിട്ടുണ്ട് കുപ്പി. എന്നിട്ട് നമ്മൾ പോളോയുടെ റെഡ് കളർ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡ് കളർ എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള ഒരു പരിപാടി ചെയ്യാൻ പോവാണേ. നമ്മൾ ഹാർട്ട് വരയ്ക്കുമല്ലോ, ഒരു ഹാർട്ട് വരയ്ക്കുന്ന പോലെ തന്നെ എടുത്തിട്ട് താഴത്തേക്ക് വരിക. അതായത് ഇതുപോലെ കുഞ്ഞ് ബ്രഷ് 0 ബ്രഷസ് എടുക്കുക. എന്നിട്ട് ഹാർട്ട് എങ്ങനെയാണോ വരയ്ക്കണേ അതുപോലെ വരച്ചിക്കുക. ഹാർട്ടല്ല വരയ്ക്കാൻ പോണത്, ഞാൻ ഹാർട്ട് വരയ്ക്കുന്ന ഒരു ഷേപ്പ് പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഹാർട്ട് വരയ്ക്കുക, ഇത് കണ്ടോ. എന്നിട്ട് താഴത്തേക്ക് വരുമ്പോൾ ഒന്ന് ഉരുട്ടി കൊടുക്കുക എന്ന് പറയുന്നത് റൗണ്ട് പോലെ ആക്കിയെടുക്കുക താഴത്തേക്ക്. നമ്മൾ ഹാർട്ട് വരയ്ക്കുമ്പോൾ എപ്പോഴും താഴത്തേക്ക് വരുമ്പോൾ ഒരു കോൺ ഷേപ്പല്ല വരുന്നത്, അതല്ല, നമ്മൾ ഒന്ന് ഉരുട്ടി കൊടുക്കുക. അപ്പോൾ ഇതേ കണ്ടില്ലേ. എന്നിട്ട് ഒരു അടുത്ത ഹാർട്ട് അതിനോട് ചേർത്ത് വരയ്ക്കുക ഇതുപോലെ. എന്നിട്ട് കളർ ചെയ്യുക. ഇതുപോലെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് കളർ ഉള്ളിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനത് വരച്ച് കാണിച്ചതേ ഉള്ളൂ ഇതുപോലെ. അപ്പോൾ നമ്മൾ ഹാർട്ട് ഇങ്ങനെ ഒന്നിനോടൊന്ന് ചേർത്തായിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ഹാർട്ട് എന്ന് പറയുമ്പോൾ ഹാർട്ടിൻ്റെ ഷേപ്പല്ല, ആ മുകൾ ഭാഗം അങ്ങനെ വന്നിട്ട് താഴത്തേക്ക് റൗണ്ട് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ റൗണ്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്നിനോടൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഗ്രീൻ പോർഷനുള്ള ഭാഗങ്ങളെല്ലാം രണ്ടെണ്ണം അടുപ്പിച്ചിരിക്കുന്നതും ഒരെണ്ണമായിട്ടും വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഗ്രീൻ വെച്ച് തന്നെ നമ്മൾ ബ്രഷിൽ ചെറുതായിട്ടൊന്ന് ഗ്രീൻ ടച്ച് ചെയ്തതിന് ശേഷം നേരെ ഒരു 2 സ്റ്റെമ്മ്, 2 എണ്ണം അടുപ്പിച്ചുള്ളതിന് 2 സ്റ്റെമ്മ്, ഒരെണ്ണം വരച്ചെടുത്ത് 1 സ്റ്റെം എന്ന രീതിയിൽ കുറച്ചൊന്ന് വളച്ചു കൊടുക്കാം. ആ രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ദേ കണ്ടില്ലേ, ഇതുപോലെ 2 എണ്ണം ഇതുപോലെ ഇങ്ങനെ ചുമ്മാ ഒന്ന് 2 വര കൊടുത്താൽ മതി. ഭയങ്കര വലിയ സ്റ്റെമ്മൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ലീവ്സും അതിനോട് ചേർത്ത് വരയ്ക്കണം. അപ്പോൾ ലീവ്സ് വരയ്ക്കാനായിട്ട് ഞാൻ അതിന് മുന്നേ തന്നെ ഈ ഒരു പരിപാടി ചെയ്തു കേട്ടോ. ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പം തോന്നിയൊരു തോന്നലാണ്. ഈ ഒരു കുപ്പിയുടെ 2 സൈഡിലുമായിട്ട് ഇതുപോലത്തെ കുറച്ച് വരകളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആ ഗ്രീൻ വെച്ചിട്ടൊന്ന് വരച്ചേക്കാന്ന്. അത്ര വലിയ കാര്യമായിട്ടൊന്നും അല്ല കേട്ടോ, അപ്പം തോന്നിയൊരു തോന്നലാണ് എനിക്കത്, ഈ ഒരു കുപ്പി ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ലീവ്സ് വരച്ചു കൊടുക്കുക. ആ ഒരു തണ്ടിൽ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് ടച്ച് ചെയ്തൊരു ലീഫ്. അപ്പോൾ നമ്മൾ ആ തണ്ടിലും അതുപോലെ തന്നെ ആ ഗ്രീൻ പോർഷൻ വെറുതെ കിടക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ട്, ആ ഒരു ഭാഗത്തെല്ലാം നമ്മൾ ലീഫ് ജസ്റ്റ് വര കൊടുത്ത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലീഫ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ലീഫ് വരയ്ക്കേണ്ട, കാരണം നമ്മൾ ചെറിയ പെയിൻറ്റിങ് ആണ്, കുഞ്ഞു കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞു തണ്ട് കുഞ്ഞു ചെറി എന്ന രീതിയിൽ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു വര കൊടുത്താൽ മതി ലീഫ്.
അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ആ ചെറിയുടെ ആ ഒരു സൈഡ് നമ്മൾ ആ ഒരു ബെൻഡ് ചെയ്ത് നിൽക്കുന്ന സൈഡ് ഉണ്ടല്ലോ, ഉരുണ്ട ഭാഗം, ആ ഭാഗത്ത് നമ്മൾ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. ആ ഒരു ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒരു വര, ഒറ്റ ബ്രഷ് യൂസ് ചെയ്താൽ മതി, സീറോ ബ്രഷ് ഏതെങ്കിലും ഒറ്റ ബ്രഷ് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ചെറിയായിട്ടുണ്ട്. ഇനി ആ വൈറ്റ് കളർ വര കൊടുത്തപ്പോൾ കുറച്ചും കൂടി എടുത്തറിയാവുന്നത്. ഇനി നമ്മൾ ബ്രഷിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് കൊണ്ട് നമ്മൾ ഇതുപോലെ യെല്ലോ കളർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുത്തിട്ട് കൊടുക്കുമ്പോൾ കൂടുതൽ ഭംഗിയാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു യെല്ലോ കളർ കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല എടുത്തറിയുന്നുണ്ട്. അപ്പോൾ ലീഫ് കണ്ടോ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലീഫും തണ്ടും ചെറിയൊന്നും വരയ്ക്കേണ്ട, ജസ്റ്റ് ഒരു വരയാണ് കൊടുത്തിരിക്കുന്ന ലീഫിന്. അപ്പോൾ ഇനി നമ്മൾ ആ കുപ്പിയുടെ മുകൾ ഭാഗത്ത് വൂളൻ ത്രെഡ് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു കളർ തന്നെ എനിക്ക് കിട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ കേട്ടോ ഇത്. അപ്പോൾ പോളോ അക്രിലിക് പെയിൻറ്റ് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, അടിപൊളി സാധനമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫൈനൽ ലുക്ക്. കണ്ടില്ലേ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ചെറി ഒരുപാട് നമ്മൾ വരച്ച് കഴിഞ്ഞു. കുപ്പി എങ്ങനെയുണ്ട്, നല്ല 2 കളർ കോമ്പിനേഷൻ ചെയ്തതാണ്. അടിപൊളിയായിട്ടില്ലേ? എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ. കുട്ടികൾക്കായാൽ പോലും നമുക്ക് ട്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പെയിൻറ്റിംഗ് അങ്ങനെ വലുതായിട്ട് അറിയണമെന്നൊന്നുമില്ല, നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മൾ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.